നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കേന്ദ്രമാണ് അടുക്കള. വാസ്തുശാസ്ത്രപ്രകാരം അടുക്കള സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുന്നു. അതിനാൽ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലാണ് അടുക്കളയ്ക്ക് ഏറ്റവും അനുയോജ്യം. അടുക്കളയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അടുപ്പും സിങ്കും തമ്മിലുള്ള ദൂരമാണ്. പരസ്പര വിരുദ്ധ മൂലകങ്ങളായി തീയും വെള്ളവും ഒരിക്കലും അടുത്തടുത്ത് വരാൻ പാടില്ല. ഗ്യാസ് സ്റ്റൗവിനും സിങ്കിനും ഇടയിൽ കുറഞ്ഞത് 2 അടി ദൂരമെങ്കിലും ഉണ്ടാകണം. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധി നിലനിർത്താനും സഹായിക്കും. അടുക്കളയിലെ ടാപ്പുകളിൽ നിന്നുള്ള വെള്ളം ഉറ്റി വീഴുന്നത് സമ്പത്ത് ചോർന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണ്. വേസ്റ്റ് ബിൻ എപ്പോഴും വടക്ക് പടിഞ്ഞാറ് മൂലയിൽ മറച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. അടുക്കളയിൽ അനാവശ്യ സാധനങ്ങളും മാലിന്യങ്ങളും കുന്നുകൂടുന്നത് വീട്ടിലെ സമാധാനം തകരാൻ കാരണമാകും. മികച്ച ആരോഗ്യത്തിനായി വാട്ടർ പ്യൂരിഫയർ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക. ഗ്യാസ് സിലിണ്ടർ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ സൂക്ഷിക്കണം. ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ ഒരിക്കലും പൂർണ്ണമായും കാലിയാക്കി വെക്കരുത്. നെഗറ്റീവ് എനർജി മാറ്റാനായി ഇന്ന് രാത്രി അടുക്കളയിലെ കൗണ്ടർ ടോപ്പുകൾ ഉപ്പുവെള്ളം ഉപയോഗിച്ച് തുടക്കാവുന്നതാണ്. ഉപ്പ് ഗ്ലാസ് ഡബ്ബകളിൽ സൂക്ഷിക്കുന്നത് പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കും. അടുക്കളയിൽ നല്ല രീതിയിൽ വായുസഞ്ചാരവും പ്രകാശവും ഉണ്ടാകണം. ഇരുണ്ട അടുക്കള നെഗറ്റീവ് ഊർജം ഉണ്ടാക്കും. രാത്രി കിടക്കുന്നതിന് മുൻപ് അടുക്കളയും പാത്രങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. അലങ്കോലമായ അടുക്കള ദാരിദ്ര്യത്തിന് കാരണമാകും. വീടിൻ്റെ മറ്റു മുറിയേക്കാൾ അടുക്കളയ്ക്ക് പ്രാധാന്യം നൽകണം. അടുക്കളയിൽ ഉണ്ടാവുന്ന ഏതൊരു തരത്തിലുള്ള പ്രതികൂല ഊർജവും അതിൽ താമസിക്കുന്നവരെ ബാധിക്കും എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. ഒരു കുടുംബത്തിൽ എപ്പോഴും അടുക്കളയിൽ ഏറ്റവും പ്രധാനം അടുക്കും ചിട്ടയും വൃത്തിയുമാണ്. ചില വസ്തുക്കൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് പ്രതികൂല ഊർജത്തിന് കാരണമാകും. ചൂൽ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല. അടുക്കള തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂൽ വീടിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യരുത്. തൂത്തുകഴിഞ്ഞാൽ അടുക്കളയിൽ മഞ്ഞളും കല്ലുപ്പും ചേർത്ത വെള്ളം തളിക്കണം. ഭംഗി കാരണം അല്പം പൊട്ടിയ പാത്രങ്ങൾ ഉപേക്ഷിക്കാൻ മടിക്കുന്നവർ ഉണ്ട്. ഇത് അടുക്കളയിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുകയും വാസ്തുദോഷത്തിന് കാരണമാവുകയും ചെയ്യും. അരികുകൾ പൊട്ടിയതോ ചോർച്ചയുള്ളതോ പാത്രങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല. ഉപയോഗശൂന്യമായ വസ്തുക്കൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക. എന്നാൽ കല്ലുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അനുകൂല ഊർജം നിറയ്ക്കും. എന്നാൽ സ്റ്റീൽ, ഇരുമ്പ് പാത്രങ്ങളിൽ കല്ലുപ്പ് സൂക്ഷിക്കരുത്. അത് വിപരീത ഫലമാകും. സ്ഫടിക പാത്രത്തിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മഞ്ഞൾ, അരി, കല്ലുപ്പ്, വാളംപുളി എന്നിവ തീർന്നു പോകാൻ പാടില്ല. ഉപയോഗത്തിനനുസരിച്ച് ഈ 3 വസ്തുക്കളും തീരുന്നതിന് മുൻപേ വാങ്ങിവെക്കണം. മരുന്ന് കാലിയായ കുപ്പികൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കണം. ഷെൽഫുകളിൽ സാധനങ്ങൾ കുത്തിനിറച്ച് വെക്കാനും പാടില്ല. മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗശേഷം കത്തി, കത്രിക എന്നിവ ഷെൽഫിനുള്ളിൽ സൂക്ഷിക്കുക. പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഇവ സൂക്ഷിക്കാനും പാടില്ല. അഗ്നികോണായ തെക്കു കിഴക്ക് ഭാഗത്ത് കണ്ണാടി സ്ഥാപിക്കുന്നത് പ്രതികൂല ഊർജത്തിന് കാരണമാകും. ഈ ഭാഗത്ത് കണ്ണാടി സ്ഥാപിച്ച വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അടുക്കളയിൽ അന്നപൂർണേശ്വരിയുടെ ഇരിപ്പിടമാണെങ്കിലും ദൈവങ്ങളുടെ ചിത്രങ്ങൾ അടുക്കളയിൽ വെക്കുന്നത് ഒഴിവാക്കുക. അടുക്കളയിൽ നിന്ന് ആ വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കും. പാചകം പോലെ പ്രധാനമാണ് വൃത്തിയാക്കലും. പൊടിയും മാറാല പിടിക്കാതെ പാത്രങ്ങളും ഷെൽഫുകളും മറ്റും സൂക്ഷിക്കാൻ. ഫ്രിഡ്ജുകളും ഭാരമേറിയ ഉപകരണങ്ങളും അടുക്കള വസ്തുക്കൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വയ്ക്കുന്നത് വീടിന് സ്ഥിരത നൽകും. ആരോഗ്യപരമായ സാമ്പത്തിക സ്ഥിതി നിലനിർത്തുകയും ചെയ്യും. ശരിയായ നിറങ്ങളാണ് അടുക്കളയിൽ കൊടുക്കേണ്ടത്. ഇരുണ്ടതോ കറുപ്പോ നിറത്തിലുള്ളത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇളം മഞ്ഞ,
ക്രീം, ഓഫ് വൈറ്റ് തുടങ്ങിയ നിറങ്ങൾ അടുക്കളയെ വലുതും വായുസഞ്ചാരമുള്ളതുമായി തോന്നിപ്പിക്കും. വാസ്തുപ്രകാരം രാത്രി മുഴുവൻ വൃത്തിയാക്കേണ്ട പാത്രങ്ങൾ സിങ്കിൽ വെക്കരുത്. ഇത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. അടുക്കള പുതുമയോടെ സൂക്ഷിക്കുക. ശുദ്ധവായു പ്രവാഹത്തിനായി അടുക്കളയിലെ ജനലുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ജനാലയ്ക്കരികിൽ ചെറിയ പാത്രത്തിൽ തുളസി, പുതിന അല്ലെങ്കിൽ മല്ലിച്ചെപ്പ് വെക്കുക. ഇത് അടുക്കളയിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്ത് ശുദ്ധവും ഊർജ്ജസ്വലവുമായി നിലനിർത്തുന്നു. പുറത്തുപയോഗിക്കുന്ന ചെരുപ്പുകൾ മറ്റും അടുക്കളയിൽ ഉപയോഗിക്കരുത്. ലക്ഷ്മി ദേവിയും അന്നപൂർണേശ്വരിയും വസിക്കുന്ന ഇടമാണ് അടുക്കള. ഇവിടേക്ക് ചെരുപ്പുകൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും നമസ്കാരം.